എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായൊരു വിഷയമാണ്. ഹിസ്റ്ററിയിൽ നിന്ന് മാറി നമ്മൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. പാഠത്തിന്റെ പേര് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. പേര് കേട്ട് ആരും പേടിക്കണ്ട. വളരെ രസകരമായി കഥകളിലൂടെ നമുക്ക് ഈ വിഷയം പഠിക്കാം. അപ്പോൾ സമൂഹത്തെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ എല്ലാവരും റെഡിയല്ലേ? ഇത് SSLC ഹിസ്റ്ററിയിലെ 3ാമത്തെ പാഠമാണ്. നമുക്ക് അനു എന്നൊരു കുട്ടിയുടെ കഥയിൽ നിന്ന് തുടങ്ങാം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അനു. മൺസൂൺ കാലമാണ്. ആ സമയത്ത് നാട്ടിൽ ആർക്കും വലിയ പണിയൊന്നും കിട്ടില്ല. ഒരു ദിവസം അനു അച്ഛന്റെ കൂടെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി. കടക്കാരൻ അച്ഛനെ കണ്ടപ്പോൾ പഴയ കടം വീട്ടേണ്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ കടക്കാരന് കൊടുത്തു. അന്ന് അച്ഛൻ വല്ലാതെ വിഷമിക്കുന്നത് അനു കണ്ടു. അപ്പോഴാണ് 1 രൂപയ്ക്ക് പോലും എത്രമാത്രം വിലയുണ്ടെന്ന് അനുവിന് മനസ്സിലായത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം കയ്യിൽ പണമില്ലാത്തതാണെന്ന് അനു ചിന്തിച്ചു. അനുവിന്റെ ചിന്ത ശരിയാണോ? പണമുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കടം വാങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുമായിരുന്നു. പണമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. പണമുള്ള ഒരുപാട് ആളുകൾ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് അനു ചിന്തിക്കുന്നത്. അനുവിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം വ്യക്തിപരമാണെന്നാണ് അനു വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് അനു അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മളിൽ പലരും നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നമ്മൾ കാരണങ്ങൾ കണ്ടെത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന അറിവുകൾ വെച്ച് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ വിലയിരുത്തും. ഇതിനെയാണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോമൺ സെൻസ് നോളജ്? ഇത് നമ്മൾ സ്കൂളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ പഠിക്കുന്ന ഔദ്യോഗികമായ അറിവല്ല, മറിച്ച് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലൂടെയും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ലഭിക്കുന്ന നേരിട്ടുള്ള അറിവാണ്. ഉദാഹരണത്തിന്, സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തീ പൊള്ളുമെന്നുള്ളത് അനുഭവത്തിലൂടെ ലഭിക്കുന്ന ഒരറിവാണ്. ഇത്തരം അറിവുകളാണ് കോമൺ സെൻസ് നോളജ്. ഇത് പലപ്പോഴും നമ്മുടെ ചില ഊഹങ്ങളോ അനുമാനങ്ങളോ ആകാം. അപ്പോൾ അനുവിന്റെ കുടുംബം നേരിടുന്ന കടം എന്ന സാമൂഹിക പ്രശ്നത്തെ ഈ കോമൺ സെൻസ് നോളജ് വെച്ച് മാത്രം വിശകലനം ചെയ്താൽ ശരിയായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. നമുക്ക് ദാരിദ്ര്യത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരാൾ ദരിദ്രനായിരിക്കുന്നത് അയാളുടെ മടികൊണ്ടോ ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടോ ആണെന്ന് പലരും ചിന്തിച്ചേക്കാം. വ്യക്തിപരമായ പരാജയമാണ് ദാരിദ്ര്യത്തിന് കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ധാരണകൾ രൂപപ്പെടുന്നത് കോമൺ സെൻസ് നോളജിലൂടെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ കോമൺ സെൻസ് നോളജിനെ എപ്പോഴും ആശ്രയിക്കാൻ പറ്റുമോ? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. 1ാമത്തെ ഉദാഹരണം: കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമാണ്. അതിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഇതൊരു കോമൺ സെൻസ് ധാരണയാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയാണോ? ആഗോളതാപനം പോലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പോലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഇതിന് കാരണമാകുന്നില്ലേ? അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ഒരു കാരണമാണെന്ന് നമുക്ക് കാണാം. അതിനാൽ ഈ കോമൺ സെൻസ് നോളേജ് ഭാഗികമായൊരു അറിവ് മാത്രമേ നൽകുന്നുള്ളൂ. 2ാമത്തെ ഉദാഹരണം: കൂടുതൽ നേരം പഠിച്ചാൽ മാത്രമേ ഉയർന്ന മാർക്ക് നേടാൻ കഴിയൂ. ഇതെല്ലാവർക്കും ഒരുപോലെയാണോ? ഓരോരുത്തരുടെയും പഠന രീതികളും ശൈലികളും വ്യത്യസ്തമല്ലേ? കൂടുതൽ സമയം പഠിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഗ്രൂപ്പായി പഠിക്കുന്നതും കൃത്യമായ ഇടവേളകൾ എടുക്കുന്നതും നല്ല വിശ്രമവുമൊക്കെ പഠനത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ പ്രസ്താവനയും ഒരു കോമൺ സെൻസ് നോളേജ് മാത്രമാണ്. അത് ചില ഊഹങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 3ാമത്തെ ഉദാഹരണം: കൗമാരക്കാർ എപ്പോഴും ധിക്കാരികളും ഉത്തരവാദിത്തമില്ലാത്തവരുമാണ്. ഇങ്ങനെയുള്ള പൊതുവായ പ്രസ്താവനകളെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിയാണോ? കൗമാരക്കാർക്കിടയിൽ ഉത്തരവാദിത്തബോധത്തോടെ പെരുമാറുന്ന ധാരാളം കുട്ടികളില്ലേ? ഇങ്ങനെയുള്ള സ്റ്റീരിയോടൈപ്പുകൾ കൗമാരക്കാരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ കോമൺ സെൻസ് നോളേജ് പലപ്പോഴും ഇത്തരം സ്റ്റീരിയോടൈപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് നമുക്ക് കാണാം. 4ാമത്തെ ഉദാഹരണം: വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പോഷകാഹാരത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ വിശദമായി മനസ്സിലാക്കാതെ ദൈനംദിന നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസ്താവനയാണിത്. ഇതും ഭാഗികമായൊരു അറിവ് മാത്രമേ നൽകുന്നുള്ളൂ. കോമൺ സെൻസ് നോളജ് പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളെയോ പഠനങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. 5ാമത്തെ ഉദാഹരണം: ഭവനരഹിതരുടെ പ്രശ്നം. താൽക്കാലികമായി താമസിക്കാൻ ഒരു സ്ഥലം നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ചിലർ ചിന്തിക്കാം. ഇതാ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണെന്നും അവർ സ്ഥിരമായൊരു വീട് കണ്ടെത്താൻ ശ്രമിക്കാത്തതുകൊണ്ടാണെന്നും ചിലർ കരുതാം. പക്ഷേ സാമ്പത്തിക നിസ്ഥിരത, തൊഴിലില്ലായ്മ തുടങ്ങിയ മറ്റ് കാരണങ്ങൾ ഇതിനു പിന്നിലില്ലേ? അപ്പോൾ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ കോമൺ സെൻസ് നോളേജ് പലപ്പോഴും പരാജയപ്പെടുന്നു. അപ്പോൾ കോമൺ സെൻസ് നോളേജിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? അത് ഭാഗികമായ അറിവ് മാത്രമേ നൽകുന്നുള്ളൂ. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഊഹങ്ങളെയും സ്റ്റീരിയോടൈപ്പിനെയും ആശ്രയിക്കുന്നു. ശാസ്ത്രീയമായ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഇനി നമുക്ക് അനുവിന്റെ കഥയിലേക്ക് തിരികെ വരാം. കോമൺ സെൻസ് നോളേജ് വെച്ച് ചിന്തിച്ചപ്പോൾ
തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം പണമില്ലാത്തതാണെന്ന് അനു കരുതി. പക്ഷേ അതിനു പിന്നിൽ വേറെയും കാരണങ്ങളില്ലേ? നമുക്ക് നോക്കാം. അനുവിന്റെ കുടുംബത്തിന് സ്ഥിരമായൊരു വരുമാനമില്ല. മഴക്കാലത്ത് തൊഴിലവസരങ്ങൾ കുറവാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ കുറവായിരിക്കാം. ഇങ്ങനെ പരിസ്ഥിതി, ഭൂമിശാസ്ത്രം, ഭരണം, സാമ്പത്തികം തുടങ്ങിയ ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ അനുവിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് പിന്നിലുണ്ട്. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ ഫാക്ടേഴ്സ്? വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ എന്നിവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിലെ വിവിധ ഘടകങ്ങളാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മതം, ജാതി, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക നിയമങ്ങൾ, മൂല്യങ്ങൾ, ഭരണസംവിധാനം, രാഷ്ട്രീയം, സാങ്കേതികവിദ്യ, മീഡിയ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. അപ്പോൾ അനുവിന്റെ വ്യക്തിപരമായ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നവും കൂടിയാണെന്ന് നമുക്ക് കാണാം. ഓരോ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഈ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളെയും അവയുടെ കാരണങ്ങളെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ. ഇങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്ക് സാമൂഹിക പ്രശ്നങ്ങളുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും തിരിച്ചറിയാം. ഇതിനെയാണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എങ്ങനെ വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഇത്. ഈ സോഷ്യൽ അനാലിസിസിന് നമ്മളെ സഹായിക്കുന്ന ഒരു പഠനശാഖയുണ്ട്. അതാണ് സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി. കാൾ മാക്സ്, എമൈൽ ഡർഖീം, മാക്സ് വെബർ എന്നിവരായിരുന്നു ഇതിന്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖർ. സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന ആശയങ്ങളാണ് സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചർ എന്നിവ. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും സഹകരണവും സൗഹൃദങ്ങളിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുമാണ് സോഷ്യൽ റിലേഷൻഷിപ്പുകൾക്ക് ഉദാഹരണം. സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനും സ്ഥിരപ്പെടുത്തുന്നതിനുമായി സമൂഹം സ്ഥാപിച്ചിട്ടുള്ള നിയമങ്ങളുടെ ചട്ടക്കൂടാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിനുദാഹരണമാണ്. സമൂഹത്തിലെ വ്യക്തികളുടെ സ്ഥാനവും പങ്കും ഉത്തരവാദിത്വവും വിശദീകരിക്കുന്നതാണ് സോഷ്യൽ സ്ട്രക്ചർ. സമൂഹത്തിലെ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ഈ വിശാലമായ സാമൂഹിക ഘടനയുമായി ബന്ധിപ്പിച്ച് കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ പേര്? അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ സി റൈറ്റ് മിൽസ് ആണ് 1959 ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന തന്റെ പുസ്തകത്തിൽ ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. വ്യക്തിപരമായ പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു കഴിവെന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ കോമൺ സെൻസ് അറിവുകൾക്കപ്പുറം വ്യക്തിപരമായ പ്രശ്നങ്ങളെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി അവയുടെ കാരണങ്ങൾ കണ്ടെത്താനും വിശദീകരിക്കാനുമുള്ള ഒരു വഴിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വിഭാവനം ചെയ്യുന്നത്. നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. റെഡിയല്ലേ? ഒന്നാമത്തെ പ്രത്യേകത, ഇത് നമ്മുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടിനെ വിശാലമാക്കുന്നു. ബ്രോഡൻസ് ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ്. ഒരു ഉദാഹരണം നോക്കൂ. ഒരാൾക്കൊരു റോഡപകടം സംഭവിക്കുന്നത് അയാളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രമാണോ? അല്ല, അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ടാകാം. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നത്, റോഡിലെ തിരക്ക്, പരിമിതമായ യാത്രാസൗകര്യങ്ങൾ, നിയമസംവിധാനത്തിന്റെ പരാജയം, റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം തുടങ്ങിയ ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ റോഡപകടങ്ങൾക്ക് പിന്നിലുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയാനും അതുവഴി നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാക്കാനും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മളെ സഹായിക്കുന്നു. സോഷ്യോളജിയുടെ സ്ഥാപകരിലൊരാളായ എമീൽ ഡർഖൈം ആത്മഹത്യയെക്കുറിച്ച് നടത്തിയൊരു പഠനമുണ്ട്. ആത്മഹത്യ ഒരു വ്യക്തിപരമായ വിഷയം മാത്രമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിന്റെ സാമൂഹിക കാരണങ്ങളെക്കുറിച്ച് പഠിച്ചത്. വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ സാമൂഹികമായ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. കൊള്ളാം അല്ലേ? രണ്ടാമത്തെ പ്രത്യേകത, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. ഇന്ത്യയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കിന്റെ ഒരു കണക്ക് നോക്കാം. 2022-23 വർഷത്തിൽ പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്തം 77.4% സ്ത്രീകളുടേത് വെറും 31.6%. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യത്യാസം? സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണോ? അതൊരു കോമൺ സെൻസ് ചിന്തയാണ്. എന്നാൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഇതിന് പിന്നിൽ മറ്റ് പല കാരണങ്ങളുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില സമൂഹങ്ങളിൽ കുടുംബം നോക്കേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്വവും സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കിക്കഴിയണമെന്നും ഒരു ധാരണയുണ്ട്. ഇതൊരു ജെൻഡർ നോം ആണ്. ഇത് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്തുന്നു. അതുപോലെ ചില സമൂഹങ്ങളിൽ
ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭിക്കുന്നു. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയ്ക്കും തൊഴിൽ പങ്കാളിത്തം കുറയുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വിവിധ ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് കണ്ടെത്താൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മളെ സഹായിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ആത്മപരിശോധനയ്ക്ക് പ്രാപ്തരാക്കുന്നു. ഇഷാൻ എന്നൊരാളുടെ കഥ കേൾക്കൂ. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ചെറുപ്പത്തിൽ ഒരു ചിത്രകാരനാകാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ അതിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ താനും അത് തന്നെ ചിന്തിച്ച് ഒരു എഞ്ചിനീയർ ആകാൻ തീരുമാനിച്ചു. തന്റെ ഇഷ്ടപ്രകാരമാണ് എഞ്ചിനീയർ ആയതെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ ആ ജോലിയിൽ അദ്ദേഹത്തിന് സംതൃപ്തിയുണ്ടായിരുന്നില്ല. പിന്നീട് ആഴത്തിൽ ചിന്തിച്ചപ്പോഴാണ് താൻ എഞ്ചിനീയർ ആയത് സ്വന്തം തീരുമാനപ്രകാരമല്ല, മറിച്ച് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും അഭിപ്രായം കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിച്ചത് സ്വയം വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ്. ഇതിനെയാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള കഴിവ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇത്തരത്തിൽ ആത്മപരിശോധന നടത്താനും സഹായിക്കുന്നു. നാലാമത്തെ പ്രത്യേകത, സഹാനുഭൂതിയും സഹിഷ്ണുതയും വളർത്തുന്നു. എംപത്തി ആൻഡ് ടോളറൻസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു എന്ന് കരുതുക. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ആ കുട്ടിക്ക് മടിയാണെന്ന് നമ്മൾ നിഗമനത്തിലെത്തിയേക്കാം. എന്നാൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഉപയോഗിച്ച് ഈ പ്രശ്നത്തെ സമീപിച്ചാൽ ആ കുട്ടിയുടെ പഠനത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന വിശാല സാമൂഹിക ഘടകങ്ങൾ കാണാൻ കഴിയും. എന്തൊക്കെയായിരിക്കാം അവ? കുടുംബ പശ്ചാത്തലം, പരിമിതമായ സൗകര്യങ്ങൾ തുടങ്ങിയവ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് സഹാനുഭൂതി തോന്നും. അവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയും. അഞ്ചാമത്തെ പ്രത്യേകത, വിമർശനാത്മക ചിന്ത വികസിപ്പിക്കുന്നു. ക്രിട്ടിക്കൽ തിങ്കിംഗ്. പ്രിയ എന്നൊരു പെൺകുട്ടിയുടെ അനുഭവം നോക്കാം. ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പ്രിയ നല്ലൊരു ജോലിക്കായി നഗരത്തിലേക്ക് കുടിയേറി. എന്നാൽ അവിടെ ജോലി കണ്ടെത്താനും താമസ സൗകര്യം ഉറപ്പാക്കാനും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയെങ്കിലും അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. തന്റെ ജോലി നഷ്ടപ്പെട്ടത് തനിക്ക് മാത്രം സംഭവിച്ചൊരു പ്രശ്നമാണെന്നാണ് പ്രിയ കരുതിയത്. എന്നാൽ ലേബർ ഓഫീസിലെത്തിയപ്പോൾ തന്നെപ്പോലെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് കുടിയേറ്റക്കാർ നഗരത്തിലുണ്ടെന്ന് പ്രിയ മനസ്സിലാക്കി. അവരുമായി സംസാരിച്ചപ്പോൾ കുടിയേറ്റക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രിയയ്ക്ക് അറിവ് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ ആ വിഷയങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുകയും കുടിയേറ്റക്കാരുടെ അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ അടിസ്ഥാനമാക്കിയുള്ള വിമർശനാത്മക ചിന്ത വിവിധ സാമൂഹിക ഘടകങ്ങൾ തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വ്യക്തികളെ സഹായിക്കുന്നു. ആറാമത്തെ പ്രത്യേകത, സമൂഹത്തിലെ തെറ്റായ സാമൂഹിക നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. റിനു എന്ന ഒരാളുടെ കഥ കേൾക്കാം. നല്ല ജോലിയും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പലപ്പോഴും ഉത്കണ്ഠയും വിഷാദവും അനുഭവപ്പെട്ടിരുന്നു. ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് കരുതി ഒറ്റപ്പെടുത്തുമെന്ന് അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. ഒരിക്കൽ അദ്ദേഹം മാനസികാരോഗ്യത്തെക്കുറിച്ചൊരു സെമിനാറിൽ പങ്കെടുത്തു. അവിടെ വെച്ച് ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും പ്രധാനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ ധാരണകളും സ്റ്റീരിയോടൈപ്പുകളും കാരണമാണ് തനിക്ക് തന്റെ അവസ്ഥ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയാതിരുന്നതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നീട് അദ്ദേഹം തന്റെ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. അവരെല്ലാവരും ചേർന്ന് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ അവബോധം സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ സാമൂഹിക നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും സാമൂഹിക പ്രശ്നങ്ങളെ സമീപിക്കുന്നതിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ദാരിദ്ര്യം. അത് കോമൺ സെൻസ് പറയും അത് കഠിനാധ്വാനം ചെയ്യാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന്. എന്നാൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയും വിഭവങ്ങളുടെ അസമമായ വിതരണമാണ് ഒരു കാരണമെന്ന്. തൊഴിലില്ലായ്മ അഥവാ യുവത്വ പ്രശ്നം. കോമൺ സെൻസ് പറയും ഇത് മടി കൊണ്ടാണെന്ന്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയും ജനസംഖ്യാവർദ്ധനവ് പോലുള്ള കാരണങ്ങളുണ്ടെന്ന്. പഠനസമ്മർദ്ദം. അത് പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ടാണെന്നാണ് കോമൺ സെൻസ് പറയുന്നത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയും ഉയർന്ന മാർക്ക് നേടാൻ സ്കൂളിൽ നിന്നുള്ള സമ്മർദ്ദം ഒരു കാരണമാണ് ഇതിനു പിന്നിൽ. വ്യത്യാസം മനസ്സിലായോ? കോമൺ സെൻസ് നോളജ് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിൽ ഒതുങ്ങുമ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ വ്യാപ്തി വളരെ വലുതാണ്. അത് വ്യക്തിപരമായ അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നു. കോമൺ സെൻസ് ഉപരിതലപ്പൽ വിശദീകരണങ്ങൾ നൽകുമ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അതുകൊണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളെ കേവലം വ്യക്തിപരമായ പരാജയങ്ങളായി മാത്രം കാണാതെ സാമൂഹിക പ്രശ്നങ്ങളായി കാണാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇത് പ്രശ്നപരിഹാരത്തിൽ ഇടപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഫലപ്രദമായ സാമൂഹിക നയങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്നു.
അങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായൊരു ഉപകരണവും കഴിവും സമീപനവുമായി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ മാറുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006663336 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.